പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം. ഈ സഭയുടെ അധ്യക്ഷനാക്കി കർത്താവ് നിയോഗിച്ചിരിക്കുന്ന പാസ്റ്റർ സജു കുടുംബം, അതുപോലെ പാസ്റ്റർ ജോൺ ഐസക്ക് കുടുംബം, മറ്റ് എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ടുള്ള വന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാണ്. അതുകൂടാതെ 25 വർഷത്തിന് മുൻപ് ഞങ്ങളോട് ഒരുമിച്ച് ഹൈദരാബാദിൽ ആരാധിച്ച അന്ന് ലോവിസ് ഒറ്റയ്ക്കാണ്. ലോവിസ് നേഴ്സിംഗ് പഠനത്തോടുള്ള ബന്ധത്തിൽ ഹൈദരാബാദിൽ വന്നതാണ്. ഇന്ന് ലോവിസ് മാത്രമല്ല, ലോവിസിൻ്റെ ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം കൂടി ഇന്ന് ഈ ആലയത്തിലായിരുന്ന ഞങ്ങൾക്ക് ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് പ്രിയപ്പെട്ടവരെ കാണുവാൻ ഒരവസരം കൂടി ഒരുക്കി തന്നുവല്ലോ. എല്ലാ ദൈവികമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത ദൈവത്തിന് സ്തോത്രം. കൂടാതെ നമ്മൾ രാവിലെ നല്ല പാട്ടുകളൊക്കെ പാടി ദൈവത്തെ ആരാധിപ്പാനിടയായിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട വർഷം ആത്മനിറവിൽ ആരാധിക്കുന്ന, ലീഡ് ചെയ്യുന്ന ഒരു നല്ല വർഷിപ്പ് ടീം, കൂടാതെ ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്ന ഒരു നല്ല കൂട്ടം ജനം. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ആലയത്തിൽ വന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ദൈവത്തെ ആരാധിക്കുന്നവരോടെയുണ്ട് അവിടെ എനിക്ക് സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ആരാധനയും പാട്ടിലുമൊക്കെ ഞങ്ങൾക്കും സമ്മതിപ്പാനിടയായല്ലോ. എൻ്റെ പേര് പാസ്റ്റർ പറഞ്ഞതുപോലെ പാസ്റ്റർ കെ സണ്ണി. എൻ്റെ നാട് മാവേലിക്കരിക്കടുത്ത് ചെന്നിത്തല. വൈഫ് ഇപ്പം 3 മക്കളായി. കാരണം 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു മോളുണ്ടായത്. കാരണം എൻ്റെ മോൻ വിവാഹിതനായി, ഒരു മോളെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര്, അങ്ങനെ 3 കുഞ്ഞുങ്ങൾ, അങ്ങനെ ഞങ്ങൾ 5 പേര് ഞങ്ങളുടെ കുടുംബത്തിൽ. കൂടാതെ ഹൈദരാബാദിൽ 25 പരം വർഷങ്ങൾ, ഏകദേശം 30 വർഷത്തോളമായി കർത്താവിൻ്റെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ആയിരിക്കാൻ ദൈവവസരം ഒരുക്കി. ചെറുപ്രായത്തിൽ തന്നെ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിക്കുവാനും വളർത്തപ്പെടുവാനും ഇടയായി. അതുകൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേയോ ഒരു ശുശ്രൂഷകനാകുന്നതിന് ഒരല്പം പോലും മനസ്സിലായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും പാട്ടും ആരാധനയും ദൈവനാമത്തിന് കൊടുത്തും ഒക്കെ ഇങ്ങനെ പോകുന്നതിനോടുള്ള സന്തോഷമായിരുന്നു എനിക്കുള്ളത്. പക്ഷേയോ ദൈവം തക്ക സമയത്ത് കർത്താവിൻ്റെ വൽപ്രദേശത്ത് വിളിച്ച് വേർതിരിപ്പാനിടയായി. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ കുടുംബമായിരിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ മലയാളി വിശ്വാസികളും തെലുങ്ക് വിശ്വാസികളുമുണ്ട്. ഇവിടെ ആർക്കെങ്കിലും തെലുങ്ക് അറിയാവുന്നവരുടെ കൈ ഉയർത്തിക്കാത്ത തെലുങ്ക് അറിയാവുന്നവർ തെലുങ്ക് വച്ച ഈ ഊരക്കടെ തിരുപ്പതി. ഓക്കെ, അതുകൂടെ എനിക്ക് സന്തോഷമായി. ദൈവോട് വല്ല ആശീർവദിക്കാക്കുക. ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു തെലുങ്ക് വിശ്വാസികളുള്ളതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. കാരണം എൻ്റെ രക്തത്തിന് പകുതി കൂടുതൽ ഭാഗവും തെലുങ്ക് നാട്ടിൽ നിന്നുണ്ടായതാണ്. അവിടെയാണ് വേർപ്പ്, അവിടെയാണ് ഓട്ടം, അവിടെയാണ് അധ്വാനം. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഭയുടെ പ്രവർത്തനത്തെ ദൈവം വീണ്ടും വിശാലതയിലേക്ക് വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അനുഭവ സാക്ഷ്യം ഒന്നും അധികം പറയുവാനുള്ള സമയമില്ല. ഒരു സൺഡേ ആയതുകൊണ്ട് അനുഭവ സാക്ഷ്യം പറയുന്നതാണ് ഉണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് ശുശ്രൂഷിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ 22-ാം തീയതി ഞങ്ങൾ മോനെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് ഇവിടെ വരുവാനിടയായത്. അതിനുശേഷം മോനെ 25-ാം തീയതി വിവാഹം.
ഒക്ലഹോമയിൽ മോൻ താമസിക്കുന്നു. അവിടെയായിരുന്നു. അതിനുശേഷം നമ്മുടെ പാസ്റ്റർ ജോൺ ഐസക്കും മോനുമായിട്ടുള്ള ആദ്യത്തെ പരിചയമാണ്. പക്ഷേ ഞങ്ങളേതോ ഒരു 50 വർഷത്തിൽക്കുള്ള പരിചയം പോലെയാണ്. ഞങ്ങൾ 2-3 ദിവസം പ്രിയ ദൈവദാസൻ്റെയും ദൈവദാസിയുടെ ഭവനത്തിലാണ്. അയ്യോ, ഞാനൊരു കാര്യം ഓർത്തു, നന്നായിട്ട് കഴിക്കാവുന്നവർ മാത്രമേ അവിടെ ചെല്ലാവൂ. വളരെ ബുദ്ധിമുട്ട്. നന്നായി കഴിക്കാവുന്നവർ മാത്രമേ അവിടെ ചെല്ലാവൂ. ഇഷ്ടം പോലെ തീറ്റിച്ചു. ഞാൻ ഒത്തിരി ക്ലവറായെന്ന് എനിക്ക് തന്നെ അറിയാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രിയ ദൈവദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി ഉയർത്തട്ടെ, മാനിക്കട്ടെ. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം നമുക്ക് വായിക്കാം. ദാനിയേലിന്റെ പുസ്തകം. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായികൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ഇവിടെ നമ്മൾ വായിക്കുന്നു, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ല. എല്ലാവരോടും ചേർന്ന് പറയാമോ? ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ല. ആമേൻ. പകൽ സമയം എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നുണ്ട്? ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല. വ്യക്തിപരമായ ഓരോരുത്തരുടെ ജീവിതത്തെ പരിശോധിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കൊരുമിച്ച്, എനിക്കൊരുമിച്ച്, നമ്മൾക്കൊരുമിച്ച് പറയുവാൻ ഒരു കാര്യമുണ്ട്. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിഞ്ഞ ഒരു ദൈവം മറ്റാരുമില്ല. അനുഭവമുള്ള ദൈവമക്കൾ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തതാണ്. പ്രിയമുള്ള ദൈവമക്കളോട് ഞാൻ ഒരു 2 കാര്യങ്ങൾ പറയാം. പാസ്റ്റർ എന്ന സമയത്ത് 1 മിനിറ്റ് പോലും ഞാൻ കൂടുതൽ എടുക്കത്തില്ല. പക്ഷേ എൻ്റെ 1 മിനിറ്റ് ഞാൻ പാസ്റ്റർ തരുന്നു. കൂടാതെ ഇനി എൻ്റെ ദൈവമക്കളോടൊക്കെ ഇവിടെയുള്ള ദൈവമക്കളോട് പറയട്ടെ, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും കൈ ഉയർത്തിയാൽ ഇരിക്കാനാണെന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഞാൻ സമയം മോളെ ഞാൻ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് കരം ഉയർത്തിയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ വായിച്ചു, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല. ദൈവത്തെ നന്നായി മനസ്സിലാക്കിയാൽ, ദൈവം ആരാണെന്ന് ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമില്ല. ആരാണ് ഈ പറയുന്നത്? ഒരു സാധാരണ വ്യക്തിയല്ല ഇത് പറയുന്നത്. ബാബിലോണിന്റെ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസറാണ് ഈ കാര്യം പറയുവാനിടയായത്. നമുക്ക് ചോദിക്കാം, നെബൂഖദ്നേസർ രാജാവേ, നിനക്ക് എങ്ങനെയാണ് ഈ ദൈവം ഇത്ര വലിയവനാണ് എന്ന് തോന്നിപ്പാനിടയായത്? അപ്പോൾ ഇത്ര വലിയ ദൈവം, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം മറ്റാരുമില്ല. എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. വായിച്ചാട്ടെ, അതിന്റെ 3:25 വായിച്ചാട്ടെ. മതി, നോക്കിക്കാട്ടെ. നെബൂഖദ്നേസർ രാജാവ് കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യമുണ്ട്. രാജാവിന് ഒരു വിളംബരം കൽപ്പിച്ചു. എന്താണ് ചോദിച്ചാൽ, രാജാവ് ഉണ്ടാക്കിയ ആ ബിംബത്തിന് മുൻപിൽ വന്ന് നമസ്കരിക്കുവാനിടയാകണം. 60 മുഴം നീളം, 6 അടി വീതി ഉള്ള വലിയൊരു ബിംബത്തെ സമഭൂമിയിലാക്കി അത് നിർത്തിയിരിക്കുകയാണ്. 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ആ ദേശത്തെ പ്രമുഖന്മാരായിരിക്കുന്ന, ധനവാന്മാരായിരിക്കുന്ന, പണ്ഡിതന്മാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെയും അതിനെ വിളിക്കുവാനിടയായി. എല്ലാവരും കൂടിയിരിക്കുക. കേട്ടോണം, നോക്കിക്കോളെ, എല്ലാവരും കൂടിയിരിക്കുക. പക്ഷേ പ്രാർത്ഥിക്കുന്നവരെ ചെവിയിലും വന്നു, ഇതാ രാജാവ് ഉണ്ടാക്കിയിരിക്കുന്ന സ്വർണ്ണബിംബത്തിന് മുൻപിൽ പോയി നമസ്കരിക്കണമെന്ന്. പക്ഷയോ നമുക്കറിയാം, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ ഇതാ വാദിനാഥ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ബിംബത്തിന്റെ ചൂട്ടിൽ ചെന്ന് നമസ്കരിക്കണമെന്ന് നിയമം വെച്ചിരിക്കുമ്പോൾ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവ അതിൽ ഉൾപ്പെടുവാനിടയായില്ല. അവർ മാറി നിൽക്കുവാനിടയായി. മാറി നിന്നവരോട്
പറയുകയാണ്, നിങ്ങളിങ്ങനെ മാറി നിന്നാൽ ഒരു കൽപ്പനയുണ്ട്, നിങ്ങളെ എരിയുന്ന തീച്ചൂളയിലിട്ട് കൊന്നുകളയുവാനിടയാകും. കൽദർ അടുത്ത് വന്നിട്ട് പറയുകയാണ്, രാജാവേ, രാജാവ് ഒരു നിയമമൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്, ഒരു കൽപ്പനയൊക്കെ പുറപ്പെടുവിച്ചിട്ട്, പക്ഷയോ അനുസരിക്കാത്ത 3 ഇതിനകത്തുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവഗീതമല്ലാത്ത ആരാധന എനിക്ക് വേണ്ട. ദൈവ സാന്നിധ്യമില്ലാത്ത ആരാധന എനിക്ക് വേണ്ട. ദൈവകൃപയില്ലാത്ത ആരാധന എനിക്ക് വേണ്ട. എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നുണ്ട്? ലോകം എങ്ങനെയൊക്കെയാകട്ടെ, ഏതൊക്കെയാകട്ടെ, പക്ഷയോ എന്റെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവ സാന്നിധ്യമില്ലാത്ത, വ്യവസ്ഥയില്ലാത്ത ആരാധന എനിക്ക് വേണ്ട എന്ന് എത്ര പേർക്ക് പറയുവാനിടയാകുന്നുണ്ട്? നോക്കിക്കാട്ട്, വലിയ തീരുമാനമാണ് രാജാവിന്റെ തീരുമാനം. പക്ഷയോ രാജാവിന്റെ രാജ്യത്തിൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് കടന്നു വന്നിരിക്കുന്ന 3 യൗവനക്കാരുടെ തീരുമാനം. ഒരു കാര്യമുണ്ട്, ദൈവവചനത്തിന് വ്യവസ്ഥ പ്രകാരം നിലനിൽക്കുന്നവന്റെ തീരുമാനമേ ദൈവം കൈക്കൊള്ളുകയുള്ളൂ. ഇന്ന് പകൽ സമയം പ്രിയമുള്ള ദൈവമക്കളെ, ഞാനും നിങ്ങളും ദൈവസന്നിധാനത്തില് വ്യവസ്ഥ പ്രകാരം ദൈവത്തോടെ ദൈവമായിട്ട് തീരുമാനമെടുത്താൽ നമ്മുടെ തീരുമാനത്തിന് മേലെ ദൈവം ചില പ്രവർത്തിപ്പാനുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ഭാഗമാണ്, ഇവരെ കെട്ടി ഇതാ തീച്ചൂളയിലിട്ടു. 7 മടങ്ങ് തീ വർദ്ധിപ്പിക്കുവാനിടയായി. അവരെ പിടിച്ചുകൊണ്ട് പോയവര് വലിയ തീയുടെ ജാലയാല് അവർ നശിച്ചു പോകുവാനും മരിച്ചു പോകുവാനിടയായി. അതിനുശേഷം നെബൂഖദ്നേസർ രാജാവ് ചൂളയിലേക്ക് നോക്കിയപ്പോൾ നമ്മൾ 3 പേരെയല്ലേ ചൂളയിലിട്ടത്, 4ാമത് ഒരുവൻ കാണുകയാണ്. ഇന്ന് പകൽ സമയം ഒരു കാര്യം ദൈവമക്കൾ ഓർക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഈ വിധത്തിൽ വിടുവിപ്പാൻ ഏത് വിധത്തില് 4ാമത് കഷ്ടതയുടെ നടുവില് നമ്മുടെ കൂടെ നടന്നു വരുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. എത്ര ദൈവമക്കൾക്ക് പറയുവാൻ കഴിയുന്നുണ്ട്, എന്റെ കഷ്ടതയുടെ നടുവില്, എന്റെ വേദനയുടെ നടുവില് ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയില്ല, എന്നോടുകൂടി യാത്രയില്ല, ഒരുവന് ജീവിക്കുന്നുണ്ടെന്ന് എത്ര പേർക്ക് പറയുവാനിടയാകുന്നുണ്ട്? പ്രിയമുള്ള ദൈവമക്കളെ, ഒരു കാര്യം ഓർത്താട്ടെ, കഷ്ടത വരുമ്പോൾ കൂടപ്പറപ്പ് പോലും മാറി നിൽക്കും. കഷ്ടത വരുമ്പോൾ സ്നേഹിതർ പോലും മാറി നിൽക്കും. പക്ഷേ ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന, നമുക്ക് പരിചയപ്പെടുത്തപ്പെട്ട ഒരുവനുണ്ട്, കഷ്ടതയുടെ നടുവില് കൂടെ വരുന്ന ദൈവം. എത്ര പേർക്ക് പറയുവാനുണ്ട്? അങ്ങനെ കഷ്ടം അനുഭവിച്ച, വിടുതൽ പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ട് എങ്കിൽ നിങ്ങളുടെ കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാമോ? എന്റെ കഷ്ടതയുടെ നടുവില് ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. പിന്നെ എന്തെന്ന് ചോദിച്ചാൽ, എന്റെ കഷ്ടതയുടെ നടുവില് എനിക്ക് വേണ്ടി തുറന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുവാനിടയാകുന്നത്. അപ്പോൾ നെബൂഖദ്നേസർ പുറകോട്ട് നോക്കിയപ്പോൾ കണ്ടത് 4ാമൻ ഒരുവൻ കഷ്ടതയുടെ നടുവിൽ കൂടെ നടക്കുന്നവനാണ്. ഞാനേ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ കേട്ടൊരു കാര്യം പറയാം. ഒരു യൗവനക്കാരനായ മനുഷ്യൻ കർത്താവുമായിട്ട് വലിയ ബന്ധമാണ്. ഓരോ ദിവസവും കർത്താവിൽ നിന്ന് ചോദിക്കുകയും പറയുകയും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു യൗവനക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും എന്ത് സംഭവിച്ചു ചോദിച്ചാൽ, ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയൊരു കഷ്ടത വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഇത്രയും വലിയ കഷ്ടത വരുവാൻ കാരണം എന്താണ്? ഞാനങ്ങേ ആരാധിക്കുന്നുണ്ട്, ഞാൻ അങ്ങയുടെ നാമത്തിന് വേണ്ടി കൊടുക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി സകലവും ചെയ്യുന്നുണ്ട്, ഞാൻ പാടുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പക്ഷേ ഈ കഷ്ടത എന്തുകൊണ്ട് വന്നു? അദ്ദേഹം കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഒരു കാര്യം ചെയ്താട്ട, എന്നെ ഇതുവരെയും നടത്തിയ വിധങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. കർത്താവിനോട് പറയാണ്, മോനെ, ഒരു ദിവസം ഞാൻ സായന്തന സമയം നിന്റെ ഭവനത്തിൽ ഞാൻ വരാം, വന്നിട്ട് നിന്നെ ഞാൻ നടത്തിയത് എപ്രകാരം നടത്തിയെന്നുള്ളത് നിന്നെ ദർശനത്തിൽ കൂടി കാണിക്കാൻ പോവുകയാണ്. ഈ മനുഷ്യന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവൻ പറയുക,
പറയുകയാണ് ശരിയെന്നാണ് ആയിക്കൊണ്ടവർ. ഒരു ദിവസം സായന്ത്ര്യ സമയം കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങിത്തതു. അവിടെ ദർശനത്തിൽ കൂടി അവനെ കാണിച്ചു. അവൻ പറയുകയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു, ഞാൻ സ്നാനപ്പെട്ട സമയത്ത് കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ആത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവന്റെ ആവശ്യമുള്ള എല്ലാം മധ്യത്തില് കർത്താവ് കൂടെ നടക്കുന്ന കർത്താവിന്റെ കാൽ കാണുവാനിടയായി. അവനൊറ്റ ചോദ്യമാ, അന്ന് നടന്നു ശരിയാ, പക്ഷെ ഇന്നിപ്പോൾ എവിടെയാണ്? അതെനിക്കൊന്ന് കാണണം. ആ സ്തോത്രം. ഇങ്ങനെ അവൻ പറഞ്ഞപ്പോ കർത്താവ് അവനെ കാണിച്ചു കൊടുത്തു. മോനെ ഇത് നോക്കിക്കാട്ട്, ഞാനിപ്പോൾ നിന്നെ ഇപ്പം നടത്തുന്ന വിധം ഇതാണ്. അവൻ കോപിച്ചു. കർത്താവേ, ഇതെന്താണ് നീ ചെയ്തത്? ഞാൻ സ്നാനപ്പെട്ട സമയത്ത് സ്തോത്രം ആ കാൽപാദങ്ങൾ നോക്കുമ്പോൾ 4 കാൽപാദങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ വേദനയുടെ നടുവില എന്റെ 2 കാൽപാദങ്ങൾ മാത്രമേ ഉള്ളല്ലോ എന്നവൻ പറയുവാനിടയായി. കർത്താവിനോട് പറയാണ്, മോനെ നീ സൂക്ഷിച്ചു നോക്കിയാട്ട് 6 കാൽപാദങ്ങളാണ്. അപ്പോൾ ഇവൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇവൻ പറയാണ്, ഇതെന്റെ കാൽപാദങ്ങളല്ല, ഇത് കർത്താവിന്റെ കാൽപാദമാണ്. അപ്പോൾ അവൻ പറയാണ്, ദൈവമേ, ഈ കഷ്ടതയുടെ നടുവില് ഞാനായിരുന്നപ്പോൾ ഹല്ലേലൂയ അങ്ങനോട് ദൂരെ മാറിപ്പോയല്ലോ, അങ്ങയുടെ കാൽപാദങ്ങൾ എനിക്ക് കാണുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് കരുതുന്ന സമയത്ത് കർത്താവ് പറയാണ്, മോനെ, ഈ ചൂളയുടെ നടുവില്, ഈ പ്രതികൂലത്തിന്റെ നടുവില് നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ 2 കൈയും എടുത്തുകൊണ്ട് നിന്നെ എന്റെ ചുമലിലേക്ക് നടത്തിയാടുകയെ അതിയെ കാൽപാദങ്ങളെന്ന് പറയുവാനിടയായി. ഇന്ന് പകൽ സമയം പ്രിയമുള്ള ദൈവമക്കളെ, അല്പം കഷ്ടവും അല്പം ഭാരവും വേദനകളും ജീവിതത്തിലുണ്ടെങ്കിൽ കൈവിടുന്ന ഒരു ദൈവമല്ല, അവൻ നമ്മെ പാർവോടെ ചേർക്കുന്ന ദൈവമാണ്. അപ്പോൾ ഈ വിധത്തിൽ വിടിയിപ്പാൻ കഴിയുന്ന ദൈവം ഒന്നാമതായിട്ട് കഷ്ടതയുടെ നടുവിൽ കൂടെ നടക്കുന്ന ദൈവം. രണ്ടാമതായിട്ട് 27-ാം വാക്യം 3:27. അവരുടെ തലമുടി കരിയാതെയും കാൽച്ചക്കയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും നോവിസ് ഒത്തിരി എനിക്ക് പ്രസംഗിക്കാൻ വായിച്ചത് ഇപ്പൊ ആ സൗണ്ട് കേട്ടപ്പോൾ സന്തോഷം. ഓക്കെ, അപ്പോൾ 27-ാം വാക്യങ്ങൾ വായിക്കുകയാണ്. തുടങ്ങി. പ്രധാന ദേശാധിപതിമാരും സ്ഥാനാപതിമാരും ദേശാധിപതിമാരും രാജമന്ത്രിമാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവരുടെ ശരീരത്തിൽ തീയുടെ മണം പോലും വീശാതെയും. നോക്കിക്കോണേ, രാജാവ് എന്തെല്ലാം നോക്ക. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന ദൈവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. 3 പേരെ അങ്ങോട്ടിട്ടു. അവൻ നോക്കിയപ്പോൾ 4-ാമൻ ഒരുവൻ കണ്ടു. ഇവിടെ പറയുകയാണ്, ഈ സ്തോത്രം നമ്മൾ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെ ഇട്ടു, പക്ഷെ അവർ തലമുടി ഒരല്പം പോലും കരിഞ്ഞിട്ടില്ല. തീയിൽ കരിയാത്ത മുടിയുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തീയിൽ കരിയാത്ത മുടിയുണ്ടോ? അല്ല എങ്കിൽ തീ കൊണ്ട് ശരീരം ചുറ്റുപോകുവാനിടയാകത്തില്ലയോ? പക്ഷോ ഇതൊന്നും ഇവരുടെ ശരീരത്തില്, ഇവരുടെ കാൽച്ചട്ടയ്ക്ക് കുഴപ്പമില്ല. ഇവരുടെ ശരീരത്തില് സ്തോത്രം അല്പം പോൽ തീയുടെ മണം പോലും വേശിയില്ല. എന്തൊരു ദൈവമാ! എത്ര പേർക്ക് രുചിച്ചു പറയാം? എന്തൊരു ദൈവമാ! തന്നെ സേവിക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവരുടെ തീച്ചൂളയിൽ ഇട്ടിരുന്നാലും അവരുടെ ദേഹത്തിന് തീയുടെ മണം പോലും വന്നിട്ടില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുന്ന ദൈവം. ഒന്നാമത്തെ പോയിന്റ് കഷ്ടതയുടെ നടുവിൽ കൂടെയിരിക്കുന്ന ദൈവം. രണ്ടാമത്തെ പോയിന്റ് പൂർണ്ണമായി രക്ഷിക്കുന്ന ദൈവം. ഇന്ന് പകൽ സമയം ആരാധനയിലായിരിക്കുന്ന ദൈവമേ, ഒരു കാര്യം ഓർത്താട്ടെ, എന്റെ നിങ്ങളുടെ വിഷയത്തിന് നടുവിൽ പൂർണ്ണമായി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറച്ച ദൈവത്തിന് സ്തോത്രം. ആരാധന കടന്നു വന്ന് ശരിയാണ്, പക്ഷെയോ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭാരം. എങ്ങനെയായിരിക്കും എന്റെ തലമുറയുടെ
വിഷയം, എന്റെ ശരീരത്തിന്റെ വിഷയം, എന്റെ ജീവിതത്തിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ച് കരയുന്ന പ്രിയപ്പെട്ടവര് ഇതിനകത്തുണ്ടെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി വിളിച്ചു പറയാണ്. അവരോടൊരു ആലോചന പറയാണ്. നീ കണ്ട കർത്താവ് മാറി നിൽക്കുന്നവല്ല, പിന്നെയോ പൂർണ്ണമായി രക്ഷിക്കുന്ന ദൈവമാ. പൂർണ്ണമായി രക്ഷിക്കുന്ന ദൈവമാണ്. അവര് നമുക്ക് ഉറയ്ക്കുവാനിടയാകണം. മൂന്നാമതായിട്ട് സമയം എളുപ്പം പോവുകയാണ്. 28-ാം വാക്യം വരുന്നു. സ്വദൂതനെ അയച്ചു വിടുവിക്കുകയും ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല എന്നത് ചോദിച്ചാൽ മൂന്നാമത്തെ കാര്യം, സ്വദൂതനെ വിട്ട് തന്റെ മക്കളെ രക്ഷിക്കുന്ന ദൈവം. ആമേൻ, ആമേൻ. എത്ര പേർക്ക് പറയാം? എത്ര പേർക്ക് പറയാം? സ്തോത്രം. ദൈവകൃപ അനുഭവിക്കുന്ന ദൈവമക്കളെ വിളിച്ചു പറഞ്ഞാട്ട് ഞാൻ രക്ഷിക്കപ്പെടുവാന്, ഞാൻ ദൈവകൃപ അനുഭവിപ്പാൻ കാരണമായത് കർത്താവിന് പദ്ധതി എന്നെ പറ്റി ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ കഷ്ടതയുടെ നടുവിൽ ആരായിരിക്കുമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചില്ല. ദൈവം പറയാണ്, കുഞ്ഞെ നിന്റെ കാൽ കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കേണ്ടതില്ല, ദൂരൻ നിന്റെ കാലങ്ങളിൽ നിന്നെ വഹിക്കുമെന്ന് ആലോചന കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ സമയം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമാണെങ്കിൽ, കർത്താവ് നിനക്ക് ശരണമാണെങ്കിൽ, കർത്താവ് നിന്നെ കാക്കുന്ന ദൈവമാണെങ്കിൽ, അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല. സ്തോത്രം, സ്തോത്രം. സ്വദൂതനെ അയക്കും. എന്തിനാ? ദൂതന്മാർക്ക് ഒത്തിരി ജോലിയുണ്ട്. ദൂതന്മാരുടെ ഒരു ജോലി മാത്രമല്ല, കഷ്ടതയുടെ നടുവിൽ വരുമ്പോൾ അവരെ വിടുവിക്കുവാനും സ്വദൂതൻ ഇറങ്ങി വരും. ദൈവത്തിന്റെ ആലോചന കൊണ്ടുതരുവാനായിട്ട് ന്യൂസ് ബുള്ളറ്റിന്മാരായിട്ട് ദൂതന്മാരെ ദൈവമാക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഓർത്താട്ടെ, നമ്മുടെ കാൽ കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൂതന്മാരെ കൊണ്ട് വധിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ ആ ദൈവ സ്നേഹത്തെ ഓർത്ത് ഭാരപ്പെടരുത്. ധൈര്യമായി മുന്നോട്ട് പോകുവാൻ ദൈവത്തിന് ആത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്. ലോകത്തിൽ ആർക്കുമില്ലാത്ത ഒരു സെക്യൂരിറ്റിയാണ് നമുക്കുള്ളത്. എന്നാ ശരിയല്ലയോ? ലോകത്തിൽ ആർക്കുമില്ലാത്ത ഒരു സെക്യൂരിറ്റിയെ ദൈവമക്കൾക്കുള്ളത്. ഒരു പക്ഷേ വലിയ സ്ഥാനവും മാനവും വലിയ സ്ഥാനവും മാനവും വലിയ പേരുകളോ നമുക്ക് പറവാനില്ലായിരുന്നേക്കാം. പക്ഷേ നമുക്ക് വിളിച്ചു പറയാം, ഞാൻ ആരാധിക്കുന്ന ദൈവം, ഞാൻ സ്തുതിക്കുന്ന ദൈവം, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം, ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവം. അവൻ ആരെ ചോദിച്ചാൽ അവൻ എന്നെ സ്വദൂതനെ വിട്ട് വിടുവിക്കുന്ന ദൈവം. ഒരു ദൂതൻ ഇറങ്ങി വന്നാ മതി, വിഷയം മാറിത്തരും. കഴിഞ്ഞ നാളുകളിൽ എന്റെ ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ എത്ര പ്രാവശ്യം വീണ്ടു പോകേണ്ട സ്ഥാനമുണ്ടായിരുന്നു, താണുപോകേണ്ട സ്ഥാനമുണ്ടായിരുന്നു, നിലംപരിയായി തീരുമെന്ന് പറഞ്ഞ സ്ഥാനമുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ പിടിച്ചു നിർത്തുന്ന സ്വന്തം കഴിവല്ല മക്കളെ, അല്ല സ്വന്തം ബുദ്ധിയല്ല മക്കളെ, സ്വന്തം ജ്ഞാനമല്ല മക്കളെ, പിന്നെയോ അടിമതാകൻ തന്റെ ദൂതഗണങ്ങളെ തന്നു നമ്മെ പരിപാലിച്ച ദൈവമാണ്. ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ നെബൂഖദ്നേസർ രാജാവ് പറയാണ്, ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവും ഇല്ല. സ്തോത്രം. കഷ്ടതയുടെ നടുവിൽ കൂടെയിരിക്കുന്നവൻ, രണ്ടാമതായിട്ട് പൂർണ്ണമായി രക്ഷിക്കുന്നവൻ, മൂന്നാമതായിട്ട് സ്വന്തം ദൂതനെ നമുക്ക് വേണ്ടി അയച്ചു തരുന്നവൻ. നമുക്കൊരു വാക്യം എടുക്കണം. എടുത്താട്ട് 2-ാം അധ്യായത്തിന് പുസ്തകം 2-ാം അധ്യായത്തിന് അതിന്റെ 46-47 അവനൊരു വഴിപാടും സൗരഭ്യവാസനയും അർപ്പിക്കണമെന്ന് കൽപ്പിച്ചു. രാജാവ് ദാനിയേലിനോട്, നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു. ഇനി അടുത്തത്
നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇത്രയല്ല ഇവിടെ പ്രതീക്ഷിച്ചുകൊണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ പാസ്റ്റർ ഉഷാറായ പാസ്റ്റർ, ആത്മാവിൽ ആരാധിക്കുന്ന നല്ല പാസ്റ്റർ, വർഷിപ്പ് ലീഡേഴ്സ് സൂപ്പർ, ആത്മാവിൽ ആരാധിക്കുന്നത്. ഞാനിവിടെ പാടുകയും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക്, നമുക്ക് ദൈവദാസന്മാരല്ലേ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകാം, ഇടയ്ക്ക് ഞങ്ങൾ കണ്ടിട്ട് നോക്കി ആരൊക്കെ ആരാധിക്കുന്നത്. ഇവിടെ നന്നായിട്ട് ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം. എന്നാലും ഞാൻ ഉദ്ദേശിച്ചു ഇന്നത്തെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ വാ തോരാതെ ദൈവത്തെ സ്തുതിക്കുമെന്ന്. അമേ അമേ അമേ. അപ്പോൾ നോക്കി കേട്ടാ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. എന്താ ഇവിടെ രഹസ്യം? നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. നമുക്കറിയാം 2-ാം അധ്യായത്തിലെ ഒരു സ്വപ്നം കണ്ടു. പക്ഷേ ഈ മഹാഭാവി സ്വപ്നം കണ്ട് മറന്നുപോയി. പോയിക്കോട്ടെ, മറന്നുപോയെന്ന് മറന്നു. ഏകദേശം ടൈം എടുത്തു വരില്ലേ? ഒരു സ്വപ്നം കണ്ടു. ഈ മഹാഭാവി രാവിലെ എണിച്ചപ്പോ മറന്നുപോയി. അദ്ദേഹത്തിന്റെ ശിങ്കിടിപ്പിടികളെ ഒക്കെ വിളിച്ചു. ചങ്ങൂരവാദികൾ, മന്ത്രവാദികള്, ആ വിചാരം പറയുന്നവർ ഇവരെയൊക്കെ വിളിച്ചെന്ന് പറയണം. ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ മറന്നുപോയി. സ്വപ്നം പറയണം, വ്യാഖ്യാനം പറയണം. നമ്മുടെ കയ്യിലാണ് പറയും. ഇത്രയും നാൾ വലിയ കുഴപ്പമില്ല, എവിടോ പോയി കിടക്കുക അല്ലേ? കിടന്നുറങ്ങിയപ്പോ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഉറക്കം എണ്ണിച്ചപ്പോ നമ്മൾ വേണ്ടി പറയും ഉറക്കം പിച്ചാന്ന് പറയും. പക്ഷയാ ഉറക്കപ്പിച്ചു വരുത്താനും ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഇതിനെ മറുപടി പറഞ്ഞില്ല, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒന്നിനെ പോലും അല്ലെ ഭൂമിയിൽ വെച്ചേക്കത്തില്ല, എല്ലാത്തിനെയും കൊന്നുകളയും. അങ്ങനെ ഒരു വിളംബരം കൽപ്പിച്ചിരിക്കുക. ഇത് അവിടെയുള്ള മന്ത്രവാദികളും ശകുനവാദികളും എല്ലാവരും കൂടി പാരപ്പെടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വിവരം ദാനിയേലിന്റെ ചെവിയിൽ ചെന്നു. പ്രാർത്ഥിക്കുന്നവരെ ചെവിയിൽ ചെന്നാൽ പരിഹാരം നിശ്ചയമാണ്. എത്ര പേർക്ക് പറയാം മക്കളെ? എത്ര പേർക്ക് പറയാം മക്കളെ? പ്രാർത്ഥിക്കുന്ന ദൈവമകന്റെ ചെവിയില പ്രതികൂലത്തിന് വിഷയം വന്നാൽ മറുപടി നിശ്ചയമാണ്. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട. ഉറപ്പുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട. പ്രാർത്ഥിക്കുന്നവരുടെ മക്കള് പ്രതികൂലത്തിന് വിഷയം വന്നാൽ പരിഹാര സ്വർഗം അവന് വേണ്ടി ഒരുക്കുവാനറിയാം. ഞാനും അറിയാം ഒരു കാര്യം, ആ വിഷയങ്ങളൊക്കെ പറയുന്ന സമയം കത്താമതി പോയിരുന്നു. പ്രാർത്ഥിച്ചു. ആ സ്തോത്രം. സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് ദൈവം ദാനിയേൽ കൊടുത്തിട്ടുണ്ട്. അവൻ വിശ്വസ്തനാണ്. യാതൊരു കോംപ്രമൈസിനും അവൻ ഇടയാക്കിയില്ല. രാജാവിന് ഭോജനം വേണ്ട, ശാഖപദാർത്ഥം മതിയെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തതാണ് ദാനിയേൽ. അങ്ങനൊക്കെ പറഞ്ഞിരിക്കുന്നവന് വിഷയം കടന്നു വന്നപ്പോൾ അവൻ പറയും ഒരു കാര്യം ചെയ്യാം, ഞാൻ വിവരം അറിയിക്കാം. ചെന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. രാത്രിയിൽ ദൈവം ദർശനം കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഇവൻ കൊടുത്ത ദർശനം എന്ന് ചോദിച്ചാൽ രാജാവ് കണ്ട സ്വപ്നം അതുപോലെ അങ്ങോട്ട് വെളിപ്പെടുത്തി. പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് ചെടി കാണും. രാജാവിന്റെ അടുക്കൽ പറയുക, രാജാവേ നിന്റെ സ്വപ്നം ഞാൻ പറഞ്ഞത് കേട്ടോ. ഓ രാജാവ് പറയടാ പോയി, നിന്നെ ഞാൻ അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്നതാ, നീ എന്തോ ജ്ഞാനം പറയാനാ. ഇന്ന് പകൽ സമയം ഒരു കാര്യം ഓർക്കട്ടെ, അതിന് പേരും പെരുമയല്ല, ദർശനത്തിന് ആധാരം ദൈവകൃപയാണ്. ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനടിയാകട്ടെ. അവിടെ ചെന്നപ്പോൾ സ്വപ്നം വിവരിക്കുക. വലിയൊരു ബിംബത്തിന്റെ തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, അതിന്റെ വയറും മരയും താമരം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, ഇരുമ്പ് കളിമണ്ണും കാൽപാദങ്ങൾ, ഇതൊക്കെ കൂടെ പറയുമ്പോൾ ഈ ഫറവോൻ ശരിയാക്കട്ടോ തര. പ്രാർത്ഥിക്കുന്ന ദൈവവചനെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവവചനെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമുണ്ട്. ആരാധിക്കുന്ന ദൈവവചനെ, സ്തുതിക്കുന്ന ദൈവവചനെ, നിന്റെ ഹൃദയത്തിന്റെ വേദനകളാ, നിന്റെ ഹൃദയത്തിന്റെ ദുഃഖങ്ങളാ, അത് ആരോട് പറയുവാൻ വയ്യാതെ, നീ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന ഒരു സഹോദരനാണോ സഹോദരിയാണോ, ദൈവത്തിന് ആത്മാവ് വിളിച്ചു പറയാണ്. രഹസ്യങ്ങളെ കാണുന്നത് ദൈവമുണ്ട്. ഒരു പക്ഷേ നിന്റെ മക്കളെ പറ്റി, നിന്റെ ഭാവിയെ പറ്റി, നിന്റെ ജോലിയെ പറ്റി,
നിന്റെ ശരീരത്തിന്റെ അസ്വസ്ഥതകളെ പറ്റി ആരോട് പറയണമെന്ന് ചോദിച്ചുകൊണ്ട് ഉള്ളിൽ നീരി കരയുന്ന ആരെങ്കിലും ഇതിനകത്തിരിക്കുന്നു എങ്കിൽ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയാണ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ സമയം പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. ദൈവമേ, ഞാൻ ഹൃദയമായിട്ട് വളരെ വേദനയിലായിരിക്കുന്നു. ആരുടെ തലയിൽ കൈതൊട്ട് പ്രവചിക്കുകയല്ല, പിന്നെയോ എല്ലാവരുമുള്ള പ്രവചനമാണ്. ദൈവമേ, നീ ഭാരപ്പെട്ട ഞാൻ ദൈവസ്ഥലം കടന്നു വന്നിരിക്കുകയാണ്. ദൈവം എന്നോട് മനസ്സറിയണമേ. എന്റെ ഭാരങ്ങള് ആർക്കും അറിയില്ല കർത്താവേ, ആർക്കും അറിയില്ലപ്പാ. ഞാൻ അങ്ങനെ സന്നിധാനത്തിലേക്ക് ഞാൻ എന്റെ ഭാരം വെക്കുകയാണ്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമേ, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കണമേ. എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നുണ്ട്? കുഞ്ഞേ, യൗവനക്കാരാ, ഹല്ലേലൂയ, എത്ര പേർക്ക് പറയുവാൻ കഴിയുന്നുണ്ട്? നിന്റെ കണ്ണിൽ കാണുന്ന ഒരു ദൈവം ആരും കാണുന്നില്ല എങ്കിൽ, നിന്റെ മാതാവ് കാണുന്നില്ല, നിന്റെ പിതാവ് കാണുന്നില്ല, നിന്റെ മറ്റു സഹോദരങ്ങൾ കാണുന്നില്ല, കൂടപ്പറമ്പുകൾ കാണുന്നില്ല. പക്ഷോ ഇന്ന് പകൽ സമയം നിന്റെ ഹൃദയത്തിലെ ആഴങ്ങളെ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. എത്ര പേർക്ക് പറയാം, ഞാനവൻ വിളിച്ചറിയാം, ഞാനവൻ ആശ്രയിക്കാം, എന്നോട് മനസ്സറിയണമേ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല. കഷ്ടതയുടെ നടുവില് കൂടെ ഇരിക്കുന്നവനായ ദൈവം, അന്യപൂർവമായി രക്ഷിക്കുന്ന ദൈവം, സ്വന്തം ദൂതനെ അയച്ചു വിളിക്കുന്ന ദൈവം, നാലാമതായിട്ട് അന്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവം. ഈ ദിവസങ്ങള ഈ സ്തോത്രം, ഈ അസംബ്ലി ഹാള്, ഇവിടെ വരുന്ന ജനം പ്രാർത്ഥിച്ചാൽ ദൈവമേ, മറ്റൊരുവന്റെ നാളെ നടക്കുന്ന വിഷയങ്ങളാ ഇന്നെ കണ്ട് പറയുവാനോ ഒരു കൃപ എനിക്ക് തരണമേ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് താല്പര്യമുണ്ട്? എന്റെ കുടുംബത്തിൽ നടക്കുന്ന വിഷയങ്ങളാ, എന്റെ തലമുറയിൽ നടക്കുന്ന വിഷയങ്ങളാ, ഞാൻ അവതരിക്കാൻ പോകുന്ന വിഷയങ്ങളാ, എന്നോട് വ്യക്തമായി ദൈവം ഇന്നെ വെളിപ്പെടുത്തണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് മക്കളെ? അങ്ങനെയുള്ളവരുടെ കരവൊന്ന് ഉയർത്തിപ്പിച്ചാണ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. രാജാക്കന്മാരുടെ ഉള്ളിലിരിക്കുന്ന സ്വപ്നത്തെ വെളിപ്പെടുത്തുവാൻ ദാനിയേലേ നിനക്ക് കഴിയുകയില്ല. ഇന്ന് പകൽ സമയം ദൈവം നമ്മെ പറ്റി ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങയ്ക്ക് നന്ദിയപ്പാ. ഈ ഉയർത്തപ്പെട്ട കരത്തിനായി സ്തോത്രം. ഈ കരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ദർശനമുള്ളവരായി, വെളിപ്പാടുള്ളവരായി ഈ അന്ത്യകാലത്തിലെ ശുശ്രൂഷയ്ക്കായി നിന്റെ മക്കളെ എല്ലാവരും ഒരുക്കുന്നതിനായി സ്തോത്രം. ഇവർ മുഖാന്തരമായി അനേക രക്ഷയിൽ കണ്ടുവരട്ടെ. യേശുവിനെ അറിയുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ സ്തോത്രം, നാട്ടിൽ, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ സഭയില് ഒരു ദർശകനുണ്ടെന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കിക്കാട്ടെ. ഇവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. ദൈവനാമത്തെ വിളിക്കണം. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.